ആദ്യമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ കുടിച്ചു കൂത്താടി കുഴപ്പമായ അവൻ്റെ ലിവറും തലച്ചോറും പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല മദ്യപിക്കുന്നുണ്ടാവുക. ഇന്റലക്ച്വലൈസേഷൻ എന്താ ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്നു കള്ളു കുടിച്ച് കഴിഞ്ഞാൽ സിറോസിസ് വരുന്നു. കള്ളു കുടിക്കാത്ത എത്രയോ പേര് സിറോസിസ് ഒന്നും മരിച്ചിട്ടുണ്ട്. കള്ളു കുടിച്ച് എല്ലാവർക്കും സിറോസിസ് വന്നിട്ടുണ്ടോ? എത്രയോ പേര് 25-30 വർഷമായിട്ട് മദ്യപിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവൻ്റെ മദ്യപാനത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നു. പലപ്പോഴും ഇവിടെ വരുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്, ഡോക്ടറെ എനിക്ക് വല്ലപ്പോഴും കഴിക്കാവോ? ദിവസം ഒരു ബോട്ടിലധികം അകത്താക്കുന്ന മകൻ്റെ അമ്മയാണ് എന്നോട് ചോദിക്കണേ ഈ മരുന്നുകൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ? ബിഞ്ച് ഡ്രിങ്ക് പലപ്പോഴും എപ്പിസോഡിക് ആയിട്ടാണ് കാണുക. അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഇതുപോലെ മദ്യപിക്കും, അത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ മദ്യപിക്കാനായിട്ട് തുടങ്ങും. 40 വയസ്സിൽ മദ്യത്തിനും കൊണ്ടുള്ള കോംപ്ലിക്കേഷൻ കൊണ്ട് മരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതായത് സക്സസീവ് ജനറേഷൻ താഴേക്ക് വരുന്തോറും നേരത്തെ തുടങ്ങാനും നേരത്തെ കോംപ്ലിക്കേഷൻസ് വരാനും നേരത്തെ അതുമൂലം മരണപ്പെട്ടു പോകാനും സാധ്യതയുണ്ടെന്നുള്ളത്. അബ്യൂസ് എന്നുള്ള വാക്ക് ഒരുപക്ഷെ ഒറിജിനേറ്റ് ചെയ്തിട്ടാവുക അബ്നോർമൽ യൂസ് എന്നുള്ള രീതിയിലാണ്. അതായത് വല്ലപ്പോഴും എന്നുള്ള ആൾ പലപ്പോഴിലേക്കും കടന്നു എന്നർത്ഥം. 15, 12, 13, 14 വയസ്സിൽ മദ്യപിക്കാൻ തുടങ്ങിയിട്ടുള്ളവൻ നേരത്തെ ഒടുങ്ങുമെന്നർത്ഥം. ആൽക്കഹോളിന് അല്ലെങ്കിൽ ലഹരി സാധനങ്ങൾക്ക് മറ്റുള്ളതിൻ്റെ മുകളിൽ പ്രൈമസി വെക്കുന്നതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാം. ഡീടോക്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കയറിയിട്ട് ടോക്സിന് മുഴുവൻ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഡീടോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല.